ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, ബാബു സാറാണേ. നമ്മൾ ഒരു 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ലഘുകഥ അനുതാപ് നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് നമ്മൾ മധുരദു എന്ന് പറഞ്ഞ കവിത നമ്മൾ റിവിഷൻ നടത്തി. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ഒരു പത്രമാണ് ഈ അമാര അധികാർ ഹേ എന്ന് പറഞ്ഞ വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾ പഠിച്ചു കാണും. ഓക്കെ, അത് പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ടതായിട്ടൊന്നുമില്ല. നമ്മൾ മാരത്തോൺ ലൈവുകളൊക്കെ അതിനെപ്പറ്റി കുറിച്ച് വ്യക്തമായിട്ട് പറയും. ഇനി നമ്മൾ പഠിക്കാനുള്ള ഒരു നാട്യരൂപാന്തരമാണ്, ജുലൂസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. പിന്നീട് നമ്മൾ പഠിക്കാനുള്ളത് ജുലൂസ് ആണ്. അപ്പോൾ ജുലൂസ് എന്താണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷുവർ ക്വസ്റ്റ്യൻസ് ഏതാണ്, അതിൻ്റെ സമ്മറി എന്താണ് നമുക്ക് നോക്കാം. എന്താ മക്കളെ ജുലൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം? ജുലൂസ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നിങ്ങൾ ചിത്രത്തിലൂടെ കാണുന്നത്. ജുലൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജാഥ എന്നാണ്. ജുലൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജാഥ എന്നാണ്. ഓക്കെ, ഇത് നോക്ക്, ആരാണ് എഴുതിയിരിക്കുന്നത്? ജുലൂസ് ചിത്ര മുദ്ഗൽജിയാണ് എഴുതിയിരിക്കുന്നത്. ആരാ എഴുതിയത്? ചിത്ര മുദ്ഗൽജിയാണ് എഴുതിയിരിക്കുന്നത്. ചിത്ര മുദ്ഗൽ ആണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അവർ എഴുതിയതല്ല, പ്രേംചന്ദിന്റെ കഥയെ അവർ എന്താക്കിയാണ്? നാട്യരൂപാന്തരമാക്കിയാണ്. പ്രേംചന്ദിന്റെ ഒരു ജുലൂസ് എന്ന് പറഞ്ഞ കഥയെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രേംചന്ദിന്റെ ഒരു കഥയെ അവർ നാടകമാക്കി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റേജ് ആണിത് കാണുന്നത്. ഓക്കെ, ജുലൂസ് എന്ന് പറയുന്ന പാഠം ചിത്ര മുദ്ഗലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? പ്രേംചന്ദിന്റെ കഥയുടെ നാട്യരൂപാന്തരം നടത്തിയതാണ് ചിത്ര മുദ്ഗൽ. കഥ ആരുടേതാണ്? പ്രേംചന്ദിൻ്റെതാണ്. മറക്കരുത്. നമുക്ക് എന്താണ് ഈ കഥയുടെ പ്രത്യേകത നോക്കുക. നമ്മൾ നോക്ക്, ജുലൂസ് ആണ്, കഹാനി പ്രേംചന്ദിൻ്റെതാണ്, നാട്യരൂപാന്തരം നടത്തിയിരിക്കുന്നത് ചിത്ര മുദ്ഗൽജിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക്, സമ്മറിയിലേക്ക് നോക്കാം. ഇതിൻ്റെ കഥയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ മക്കളെ, ഈ കഥയിൽ പ്രധാനമായിട്ട് കഥാപാത്രങ്ങൾ ആരൊക്കെയാ നോക്കാം. കഥാപാത്രങ്ങൾ ആരൊക്കെയാ? ഒന്ന് ഇബ്രാഹിം അലിയാണ്. അദ്ദേഹമാണ് ഈ കഥയിലെ നായകൻ, ഈ നാടകത്തിലെ നായകനാണ്. സ്വാതന്ത്ര്യ സേനാനിയൊക്കെ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലീഡറാണ്. അദ്ദേഹം നായകനാണ് ഈ കഥയിൽ. അപ്പം നായകനാണ് ആര്? ഇബ്രാഹിം അലി. ഇനി ബീർബൽ സിംഗ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഖൽനായകനാണ്, പ്രതിപുരുഷനാണ്. അതാണ് വില്ലനാണ്. ആരാണ്? പോലീസ് ദാരോഗ. പോലീസ് ദാരോഗ എന്ന വാക്കിൻ്റെ അർത്ഥം ഓഫീസറിനാണ്, പോലീസ് ഓഫീസറാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നായകനെ അടിച്ചെടുക്കുന്ന ഒരു വില്ലനാണ് ആര്? ബീർബൽ സിംഗ് എന്ന് പറയുന്നത്. ഇബ്രാഹിം അലി നായകനാണ്, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതാവാണ്. ബീർബൽ സിംഗ് എന്ന് പറയുന്നത് പോലീസ് ദാരോഗയാണ്, അദ്ദേഹത്തിനെതിരായി നിൽക്കുന്ന വില്ലനാണ്. ഓക്കെ, ബ്രിട്ടീഷ് പക്ഷക്കാരനാണ്. പിന്നീട് നമുക്കിതിൽ കാണുന്നത് ശംഭുനാഥ് എന്ന് പറയുന്ന ആളുണ്ട്, ദീൻദയാൽ ഉണ്ട്, മൈക്കു എന്നിവരുണ്ട്. ഈ 3 കഥാപാത്രങ്ങളുണ്ട്. അവർക്ക് എന്താ പരിപാടി? അവർ സിറ്റിയിലെ കച്ചവടക്കാരാണ്, വ്യാപാരി ലോകമാണ്. പിന്നെ കുറേ ആളുകൾ ജാഥയിൽ പോകുന്നവരുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഈ കഥയിലെ നായകൻ ആരാണ്? ഇബ്രാഹിം അലിയാണ്. ഓക്കെ, ഇതിലെ ബീർബൽ സിംഗ് ആരാണ്? പോലീസ് ദാരോഗയാണ്, പോലീസ് ഓഫീസറാണ്. ശംഭുനാഥ്, ദീൻദയാൽ, മൈക്കു എന്നിവർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്ന 3 കച്ചവടക്കാരുമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കഥയിലെ സാരാംശം നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ച് നോക്കും മക്കളെ, കഥയുടെ സാരാംശം എന്താ നോക്ക്. കാണുന്നില്ലേ സാരാംശം? കഥയിലേക്ക് നമ്മൾ പോകുന്ന സാരാംശം പറയാം. അംഗ്രേസ് ലോക് ദേശ് ചോടോ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന നാരേ ലഗാത്തെ ഹുയെ, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, നാരേ എന്ന് പറഞ്ഞാൽ എന്താ? മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സേനാനിയൊക്കെ ജുലൂസ് ആരാഹേ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജുലൂസ് ഒരു ജാഥ സിറ്റിയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ കടയിൽക്കാരായ ശംഭുനാഥ്, മൈക്കു, ദീൻദയാൽ ആദി മുതലായവർ ജുലൂസ് കി ചർച്ചാമേ മഗ്നഹേ, ആ ജാഥയെക്കുറിച്ചുള്ള ചർച്ചയിൽ മഗ്നഹേ മുഴുകിയിരിക്കുന്നു. ഹാസി ഉഡാക്കർ, വളരെ തമാശ രൂപത്തിൽ ദീൻദയാൽ പറയാണ്, കി ജുലൂസ് ചലാനേസെ, ജാഥ നടത്തിയിട്ട് ആസാദി മിലേഗാക്കിയ, ഒരു ജാഥ നടത്തിയാലൊക്കെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുമോ? ഗാന്ധിജി ബി ബൂട്ട ഹോകെ, ഈ ഇന്ത്യയിൽ ഒരുപാട് ജാഥകൾ നടക്കുന്നു. ഇന്ത്യയൊക്കെ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാ? ഗാന്ധിജിയാണ്. പുള്ളിയാണെ വൃദ്ധനാവുകയും ചെയ്തു. ധനി ലോക് ജുലൂസ് മേ ഭാഗ് നഹിലേത്തെ, ഇന്ത്യക്കാരായ സമ്പന്നരായ ആളുകൾ ആരും ജാഥയിൽ വരുന്നുമില്ല. പിന്നെ ഈ നാട്ടിലെ ലോക്കൽസ് ആയ ആളുകളൊക്കെയാണ് അറിയുന്നത്. അവരുടെയൊക്കെ വില, ആ വാക്കുകൾക്കൊക്കെ ആര് വില കൽപ്പിക്കുന്നു? നാട്ടിലെ പണവും പത്രാസും നിലയും വിലയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അവരൊന്നും ഇതിലൊന്നും പങ്കെടുക്കുന്നില്ല. ഇസ്ലിയ ഹം ജൈസെ വ്യാപാരി ലോക്, അതുകൊണ്ട് നമ്മളെപ്പോലുള്ള കച്ചവടക്കാരെ ആളുകൾ ഈ ജുലൂസ്മേ ഭാഗ് ലേനേക്ക ആവശ്യകത നഹി, ഈ ജാഥയിൽ പങ്കെടുക്കേണ്ടെന്ന് യാതൊരുവിധ ആവശ്യവുമില്ല. തബ് മൈക്കുനേക്ക, ആ സമയത്ത് കച്ചവടക്കാരനായ മൈക്കു പറഞ്ഞു എന്താ? കി എന്നാൽ അംഗ്രേസ് ശാസന്മേം അമീരോങ്കോ കോയി ദിക്കത്ത് നഹി, വലിയവർ പങ്കെടുക്കില്ല ജാഥയിൽ, കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ സമ്പന്നർക്കും പണക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അവർക്ക് ഇന്ത്യ ആര് ഭരിച്ചാൽ എന്താ? അവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. വേത്തോ ബംഗ്ലമേരത്തെ, ഇവരൊക്കെ ബംഗ്ലാവിൽ താമസിക്കുന്ന സമ്പന്നന്മാരെ ആളുകൾ, അവർക്കൊന്നും ബുദ്ധിമുട്ടില്ല. ഹമാരെ നേതാ, ഞങ്ങളുടെ നേതാവാരാണ്? ഗാന്ധിജിയാണ്.
സ്വതന്ത്രത കെ ലിയെ അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി മർണേക്കോ ബി തയ്യാറേ, മരിക്കാൻ പോലും തയ്യാറായിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. തബ് തക്ക് അങ്ങനെ സംസാരം നടക്കുമ്പോഴേക്കും അപ്പോഴേക്കും ഗോഡേവാലെ പോലീസ് ദാരോഗ, ഗോഡേവാലെ എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്തുള്ള പോലീസ് ദാരോഗ, പോലീസ് ഓഫീസർ ബീർബൽ സിംഗ് ജുലൂസ് കോ രോക്തേ, ബീർബൽ സിംഗ് വന്നിട്ട് കുതിരപ്പുറത്ത് വന്നിട്ട് ഓഫീസർ മറ്റ് സൈനികരെയും കൂട്ടി മറ്റ് പോലീസുകാരെയും കൂട്ടിയിട്ട് പ്രകടനത്തെ തടയുന്നു. ഓർ വാപ്പസ് ജാനേക്കോ കാത്തേ, നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് പറയുന്നു. ലേക്കിൻ എന്നാൽ സ്വരാജ്യോനെ കാത്തേ, അവർ പറയുന്നു, പ്രക്ഷോഭകാരികളായ സ്വരാജികൾ പറയുന്നു, കി എന്നാൽ ഹം കോയി ലൂട്ടിനെ യാ തോടനെ നെഹി ആയേ ഹെ. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക പോലീസ് ഓഫീസറെ, ഹം കോയി എന്തെങ്കിലും ലൂട്ടിനെ കൊള്ളയടിക്കാനോ യാ തോടിനെ നമ്മൾ എന്തെങ്കിലും തകർക്കാനോ നെഹി ആയാക, ഞങ്ങൾ പിരിഞ്ഞുകൊണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഒന്നും കൊള്ളയടിക്കാൻ വന്നതല്ല, ഒന്നും തകർക്കാൻ വേണ്ടി വന്നതല്ല. ഹമാര ലക്ഷ്യം, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദേശ് കി സ്വതന്ത്രത ഹെ, ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുക എന്നുള്ളതാണ്. ജുലൂസ് കെ നേതാ ഇബ്രാഹിം അലി പോലീസ് സേ കഹ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതാവായ ഇബ്രാഹിം അലി എന്ന നായകൻ ഈ കുതിരപ്പുറത്ത് വന്ന പോലീസ് ദാരോഗയായ ബീർബൽ സിംഗിനോട് പറഞ്ഞു. അപ്പോൾ അതെന്താ പറയുന്നത്, ഇബ്രാഹിം അലി എന്താ പറയുന്നത്, ഇബ്രാഹിം അലിയോട് ഇബ്രാഹിം അലി ബീർബൽ സിംഗ് എന്ന് പറഞ്ഞ പോലീസുകാരോട് എന്താ പറയുന്നത്, ഹമേ രോക്ക് നെയ് സക്തേ, നിങ്ങൾ ഈ പട്ടാളക്കാർ പോലീസുകാരെയും കൊണ്ട് തോക്കും കൊണ്ട് കുതിരപ്പുറത്ത് വന്നുകൊണ്ട് ഹമേ രോക്ക് നെയ് സക്തേ, ഞങ്ങളെ തടയാൻ പറ്റില്ല. തബ് പോലീസ് ദാരോഗ ബീർബൽ സിംഗ്, അപ്പോൾ പോലീസ് ദാരോഗ ബീർബൽ സിംഗ് ലാഠി ചാർജ് കർണേക്ക ഓർഡർ ദേത്തെ. ആഹാ, അങ്ങനെ എൻ്റെ മുഖത്ത് പറയണോ, ചലോ ലാത്തി ചാർജ് കരോ എന്ന രീതി പറഞ്ഞു. ഇബ്രാഹിം അലിക്ക് സിർ പർ ചോട്ട് ലഗി, അങ്ങനെ ലാത്തി ചാർജ് ചെയ്യുന്നു, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഇബ്രാഹിം അലി ഓടുന്നില്ല, അദ്ദേഹത്തിന്റെ ഇബ്രാഹിം അലിക്ക് സിർ പർ തലയ്ക്ക് മുകളിൽ ചോട്ട് ലഗി, അടിയേറ്റ് മുറിവ് പറ്റി അല്ലേ. ആറുവേ ബുരി തര ഘായലോകെ, വല്ലാത്ത രീതിയിൽ അദ്ദേഹം വേറെയൊക്കെ ഘായൽ ഹുവേ എന്ന് പറഞ്ഞാൽ മുറിവേറ്റുന്ന, ചോട്ട് ലഗി ഓർ ഘായൽ ഹുവേ, വല്ലാത്ത രീതിയിൽ മേലൊക്കെ മുറിവ് ചവിട്ടും കുത്തൊക്കെ പറ്റും, ഒക്കെ പരിക്ക് പറ്റി എന്നാണ്. വേ ബുരി തര ഘായലോകെ, വളരെ മോശമായ രീതിയിൽ പരിക്ക് പറ്റി. യഹി ഖബർ, ഇബ്രാഹിം അലിയുടെ തലയ്ക്ക് അടി കൊണ്ടു, അദ്ദേഹത്തിനെ അടിച്ചു നിലത്തിട്ടു, അദ്ദേഹത്തിന് മേലൊക്കെ ചവിട്ടി, കുതിരേനെ കൊണ്ടൊക്കെ ചവിട്ടിച്ച് മേലെ ഒരുപാട് അപകടങ്ങൾ പറ്റി എന്നുള്ളത് വാർത്ത നാട് മുഴുവനും പരന്നു. യഹി ഖബർ, ഈ വാർത്ത, യഹി ഖബർ, ഈ ഖബർ എന്ന വാർത്ത ഷഹർ മേ സിറ്റിയിൽ സംഘർഷ പൈതാ കർത്തകെ, സംഘർഷം ഉള്ളിടു. ഇബ്രാഹിം അലിയെ അടിച്ചു എന്ന് കേട്ടപ്പോൾ കാട്ടുതീ പോലെ ആ വാർത്ത നാട്ടിലൊക്കെ പരന്നു. അപ്പോൾ നാട്ടിലുള്ള ആളുകൾ എന്തിൻ്റെ അക്രമമായി പൊട്ടിപ്പുറപ്പെട്ടു. ദീൻദയാൽ ഇത് കേട്ടപ്പോൾ ജനങ്ങളാകെ ഇളകി വരുന്നത് കണ്ടപ്പോൾ ദീൻദയാൽ, മൈക്കു, ശംഭുനാഥ് അവരൊക്കെ ഇതിനെതിരെ സംസാരിച്ചവരാണെങ്കിലും മൈക്കു അനുകൂലമായി സംസാരിച്ചാണെങ്കിൽ പോലും ദീൻദയാലും മൈക്കും ശംഭുനാഥും ഒക്കെ ആദി ദേശ് പ്രേം സേ, മറ്റെല്ലാവർക്കും സ്വന്തക്കാരായ ആളുകൾക്ക് അടികൊണ്ട് അവർ ചോരയിൽ മുങ്ങി ഒക്കെ കളിക്കുന്നത് കണ്ട സമയത്ത് അവരിൽ വല്ലാത്തൊരു ദേശഭക്തി വന്നു. എന്നിട്ടോ ദേശ് പ്രേം സേ പ്രഭാവിത് ഹോക്കർ, അവർ ആവേശം കൊണ്ടിട്ട് ജുലൂസ് മേ ഭാഗിലത്തെ, ഈ ജാഥയിൽ പങ്കാളികളാക്കുന്നു. പോലീസ് ദാരോഗ വഹാംസെ ബച്ചിനെക്കോ തയ്യാർ കർത്തെ, പോലീസ് ഓഫീസർ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആർത്തിരമ്പി വരുന്ന ജനത്തെ കണ്ടപ്പോൾ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. ബീഡ് പോലീസ് വാലോങ്കോ മാർത്തയെ, ആൾക്കൂട്ടം കല്ലും കമ്പിയും വടിയൊക്കെ എടുത്തിട്ട് പോലീസ് വാലോങ്കോ മാർനേക്കോ തയ്യാറോർത്തകെ, പോലീസുകാരെ അടിക്കാൻ വേണ്ടി തയ്യാറായി വരികയാണ്. അപ്പോൾ അർദ്ധബോധത്തിലുള്ള തബ് ഇബ്രാഹിം അലിനെ കൗരഹേദെ, ഇബ്രാഹിം അലി ചോരയിൽ മുഴുകി പറയുന്നുണ്ടായിരുന്നു, ഹം ബായി ബായി ആപ്പസ് മെൻ ലഡ്നാ ചാഹിയെ, അപ്പുറത്തുള്ള പോലീസുകാരെ ലണ്ടനിൽ നിന്ന് ലോറിക്ക് ഇറക്കിയവരല്ല, ഇന്ത്യക്കാരായ ആളുകൾ ബ്രിട്ടീഷ് പോലീസിൽ ചേർന്നവരാണ്. പക്ഷേ അവർ നമ്മളെ ബ്രിട്ടീഷുകാരുടെ ശമ്പളം വാങ്ങി നമുക്കെതിരെ കളിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സഹോദരന്മാരാണ്. അതുകൊണ്ട് ഹം ബായി ബായി ഹേ, നമ്മൾ സഹോദരി സഹോദരന്മാരാണ്, ആ സഹോദരങ്ങളാണ്. ആപ്പസ് മേ ലഡ്നാ നെഹി ചാഹിയെ, പരസ്പരം നമ്മൾ വഴക്കിടരുത്. ഭായി ഭായി, സഹോദരന്മാരാണ്, അപ്പുറത്തുള്ളത് നമ്മുടെ സഹോദരന്മാരാണ്, ഇപ്പുറത്തുള്ളത് നമ്മുടെ സഹോദരന്മാരാണ്. ആപ്പസ് മേ ലഡ്നാ നെഹി ചാഹിയെ, നമ്മൾ പരസ്പരം വഴക്കിടരുത്. സബി ഭാരതീയ ഏക് സാത്ത് രഹു, പറ്റുമെങ്കിൽ ഇന്ത്യക്കാരായ എല്ലാവരും, അത് പോലീസുകാരായാലും കൂടി ഒരുമിച്ച് നിൽക്കൂ. ഹമേം സ്വരാജ് കാ സൂര്യോദയ്, നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ സൂര്യോദയം ജറൂർ സാഗാർ ഹുസായിക, തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നു. ഇതാണ് ആ കഥയുടെ ഒരു പ്രധാനപ്പെട്ട സമ്മറി. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാവുന്ന പരീക്ഷയിലെ ചോദ്യം എന്ത് എന്നുള്ളതാണ്. ചോദ്യം ഇതാണ്. ഒന്നാമത്തത്, കുറേ വാക്കുകളൊക്കെ ഉണ്ട്, ആര് പറഞ്ഞു എന്നുള്ള ഒരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നിമ്നലിഖിത കഥൻ കിസ് പാത്രക്കാഹെ, താഴെ തന്നിരിക്കുന്ന വരികൾ ആരാണ് പറഞ്ഞത് നോക്കൂ മക്കൾ, ഒരു മാർക്കും ചോദിക്കും. ഹമാര മക്സദ് ഇസ്സേ കഹി മുഞ്ചാഹെ, നമ്മുടെ മക്സദ് ലക്ഷ്യം ഇസ്സേ കഹി മുഞ്ചാഹെ, ഇതിനേക്കാൾ ഉയർന്നതാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇബ്രാഹിം അലിയാണ് അല്ലേ. ഞങ്ങൾ എന്തെങ്കിലും തകർക്കാനോ
മോഷ്ടിക്കാനോ വന്നതല്ല, ഞങ്ങളുടെ ലക്ഷ്യം അതിനേക്കാൾ ഉയർന്നതാണ് എന്ന് പറഞ്ഞത് ആര്? ഇബ്രാഹിം അലിയാണ്. ആരോടാണ് പറഞ്ഞത്? പോലീസ് ദാരോഗ ബീർബൽ സിംഗിനോടാണ് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, ഏക് ദിൻ തോ മർനാഹിയെ, ഒരു ദിവസം നമ്മളൊക്കെ എന്തായാലും മരിക്കണം. ജോ കുച്ച് ഓനാഹോ, എന്താണോ വെച്ചാൽ അതങ്ങോട്ട് സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ് അതുവരെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അനുകൂലമായി സംസാരിക്കാതെ ഇറങ്ങി പുറപ്പെട്ട ശംഭുനാഥ് അവസാനം കടയടച്ച് ജാഥയ്ക്ക് പോകുമ്പോൾ പറയുന്ന വാക്കാണത്. ഓക്കെ, അടുത്ത് ഹമാര ഹുക്കും ക്യാ ആപ്കോ സുനായി നഹി പടാ. ഹമാര, ഞങ്ങളുടെ ഹുക്കും അഥവാ എൻ്റെ ഉത്തരവ്, ഹുക്കും ഉത്തരവ്, ക്യാ ആപ്കോ സുനായി നഹി പടാ, എന്താ നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ലേ? ആരാ ചോദിച്ചത്? ബീർബൽ സിംഗ് ആണ്. ജനങ്ങൾ തിരിഞ്ഞു പോകാതിരുന്ന സമയത്ത് ഇബ്രാഹിം അലിയോടും മറ്റാളുകളോടും ചോദിച്ചാണ്. ആര്? ബീർബൽ സിംഗ്. നാലാമത്തെ ചോദ്യം, ജുലൂസ് നിക്കാലിനെ സേ സ്വരാജ് മിൽ ജാത്താത്തോ, ജാഥ നടത്തിയിട്ടൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ കപ്കാ മിൽ ഗയാ ഹോഗ, എന്നോ കിട്ടേണ്ടതായിരുന്നു. കാരണം ബ്രിട്ടീഷുകാർ 200-200 വർഷത്തോളം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. സമരം തുടങ്ങിയിട്ടും ജാഥ തുടങ്ങിയിട്ടും കുറേ കാലമായി. ജാഥ നടത്തിയിട്ടൊക്കെ സമരം കിട്ടുകയാണ്, ഇതൊക്കെ എന്നോ കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ വാക്ക് പറഞ്ഞത് ആരാണ്? ദീൻദയാലാണ്. കച്ചവടക്കാരനായ ദീൻദയാലാണ് അങ്ങനെ പറഞ്ഞത്. അഞ്ചാമത്തെ ചോദ്യം, ഹമാര ബഡാ ആദ്മി തോ വഹിയെ, ഞങ്ങളെ ഏറ്റവും വലിയ നേതാവ് അദ്ദേഹമാണ്. ജോ ലങ്കോട്ടി ബാന്തെ നങ്കെ പാവ് ഗുംതയെ, അർദ്ധനഗ്നനായിക്കൊണ്ട് അദ്ദേഹം ചെരുപ്പ് പോലും ഇല്ലാതെ ഇന്ത്യ മുഴുവൻ നടക്കുന്ന ആളാണ് എന്ന് പറഞ്ഞത് ആര്? പിന്നെയോ അതാരാണ്? മൈക്കു ആണ് പറയുന്നത്. ആരാ പറയുന്നത്? മൈക്കു ആണ് പറയുന്നത്. ഇതും ആരാ പറയുന്നത്? മർത്തോ ഹം ലോഗ് രഹേ, നമ്മളൊക്കെ ഒരു ദിവസം മരിക്കും. ജിൻകി റോട്ടിയോം കാ ടിക്കാന നഹി ഹേ, മർത്തോ ഹം ലോഗ് ഹേ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാനൊക്കെ നമ്മളാണുള്ളത്. ജിൻകി റോട്ടിയോം കാ ടിക്കാന നഹി, ആർക്കാണോ റൊട്ടിക്ക് വരുമാനത്തിന് ഒരു രക്ഷയുമില്ലാത്തത് അവരാണ് രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളത്. എല്ലാം കിട്ടുന്നവർ മരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞത് ആരാണ്? അത് പറഞ്ഞത് മൈക്കു ആണ്. ഓക്കെ മക്കളെ, ഇത്രയും നമ്മളോട് മറന്നു പോയത്, ഇത് നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം. ഇനി അടുത്ത ചോദ്യം നോക്ക്. നിമ്നലിഖിത കഥൻ ഇബ്രാഹിം അലി കെ ചരിത്ര की किन किन विशेषताओं की और उद्गार करते हैं. താഴെ തന്നിരിക്കുന്നത് ഇബ്രാഹിം അലി എന്ന് പറഞ്ഞ കഥയിലെ നായകന്റെ ഏതെല്ലാം അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഉദ്ഗാർ കർത്ത എടുത്തു പറയുന്നതാണ് എന്നാണ്. 4 പോയിന്റ് താഴെ പറയുന്നു. ഇതൊക്കെ ഇബ്രാഹിം അലി ജാഥ കടന്നു പോകുമ്പോൾ പറയുന്ന വാക്കുകളാണ്. ആ വാക്ക് അദ്ദേഹത്തിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കാണിക്കുന്നത് എന്നാണ്. 1, ഹം ദുക്കാനെ ലോട്നെ, നമ്മൾ കടകൾ കൊള്ളയടിക്കാനോ, യാ മോട്ടറോ തോടനെ നെഹി നിക്കല്, വാഹനം നമ്മൾ കടകൾ ദുക്കാനെ ലൂട്ടിനെ കടകൾ കൊള്ളയടിക്കാനോ, മോട്ടറോ തോടനെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഇലക്ട്രിക് ഉപകരണങ്ങളോ മറ്റൊന്നും മോട്ടോറുകളോ തകർക്കാനോ വന്നതല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? അഹിംസാവാദത്തെ സൂചിപ്പിക്കുന്നതാണ് ഇബ്രാഹിം അലിയുടെ. അത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ്. രണ്ടാമത്തത്, ആപ് അപ്പനെ സവാരോ, നിങ്ങൾ നിങ്ങളെ കഴിവുകളെയും, സംഗീതവും ഓർ ബന്ദൂക്കും സെ, നിങ്ങൾ നിങ്ങളെ ശക്തിയെയും സംഗീതവും ആയുധങ്ങൾ കൊണ്ടും, ബന്ദൂക്കും സെ തോക്കുകൾ കൊണ്ടും, ജോർ സെ ഹമേ രോക്കിനാ ചാത്തെ, ശക്തമായി ഞങ്ങളെ എതിരിടാൻ ആഗ്രഹിക്കുന്നു. രോക്ക് ലീജിയെ, പറ്റുമെങ്കിൽ നിങ്ങൾ തടഞ്ഞോളൂ. മഗർ എന്നാൽ ആപ്പ് ഹമേം ലൗട്ടാ നെഹി സക്തെ, പക്ഷേ ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. ഞങ്ങളങ്ങ് വെടിവെച്ച് കൊല്ലാം, ആളുകളെ കൊണ്ടുവരാം, ആയുധങ്ങൾ ഉപയോഗിച്ചൊക്കെ ചെയ്യാം, പക്ഷേ ഞങ്ങൾ തിരിഞ്ഞു പോകാനൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം, ഞങ്ങൾ പിരിഞ്ഞു പോവുകയില്ല എന്ന വാക്ക് അദ്ദേഹത്തിന്റെ സാഹസികതയും പേടിയില്ലായ്മയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. മൂന്നാമത്തത്, ഹമാരെ ഭായി ബന്ദ് ഐസേ ഹുക്കുമോ കി താമിൽ കർണേ സേ സാഫ് ഇൻകാർ കർ ദേഗ. ഹമാരെ ഭായി ബന്ദ്, ഞങ്ങളെ സഹോദരന്മാർ, ഹുക്കുമോം കി നിങ്ങളുടെ ആജ്ഞകളെ, താമിൽ കർണേസെ നടപ്പിലാക്കുന്നതിൽ സാഫ് ഇൻകാർ കർ ദേഗ, കൃത്യമായി നിങ്ങളുടെ ഉത്തരവ് ലംഘിക്കുക തന്നെ ചെയ്യും, നടപ്പിലാക്കാതിരിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ദേശപ്രേമി സാത്യോം പർ ഭരോസ രക്കിനെ വല, ദേശസ്നേഹമാണ്, കൂടെ നിൽക്കുന്നവരോട് വിശ്വാസം, തൻ്റെ പിന്നാലെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എൻ്റെ സഹോദരന്മാർ പിരിഞ്ഞു പോവുകയില്ല എന്ന വാക്ക് അദ്ദേഹം പറയുന്നത് നിങ്ങളൊക്കെ പിരിഞ്ഞു പോകുമോ എന്ന് തിരിഞ്ഞു ചോദിച്ചിട്ടല്ല, അവരുടെ വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കാണാൻ പറ്റുന്നത്. അടുത്ത നാലാമത്തെ, ജിസ് ദിൻ ഹം ഇസ് ലക്ഷ്യ പർ പൗഞ്ച് ജായെങ്കിൽ, ഏത് ദിവസമാണോ നമ്മൾ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്, സ്വാതന്ത്ര്യം കിട്ടുന്നത്, ഉസി ദിൻ സ്വരാജ്യ സൂര്യ ഉദയഹോക, അന്ന് സ്വാതന്ത്ര്യത്തിന്റെ സൂര്യൻ ഉദിക്കും എന്ന് പറയുന്നത് എന്താണ്? ആത്മവിശ്വാസ് രക്നേവാല ദേശപ്രേമി എന്ന് നമ്മളൊക്കെ മരിച്ചു പോകേണ്ടി വന്നാലും സ്വാതന്ത്ര്യത്തിന്റെ സൂര്യോദയം കാണാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം. ഈ സമരമൊന്നും വെറുതെ ആയി പോവില്ല. ഒരുപാട് ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് ആളുകൾ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടു, ഒക്കെ ശരിയാണ്. ഇനിയും ഒരുപാട് ആളുകൾ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഒരു ദിവസം സ്വാതന്ത്ര്യത്തിന്റെ സൂര്യോദയം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത്
എന്ന് പറയാൻ കാരണം എന്ത്? ആത്മവിശ്വാസ് രഖ്നെ വാല ദേശപ്രേമി, കൃത്യമായ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു ദേശസ്നേഹിയാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇത്തരം വചനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. ഇനി ഇതല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ഈ വരികളൊക്കെ തന്നിട്ട് ഇത് ആരുടെ കഥനമാണ്, ആരുടെ വാക്കാണ് എന്ന് ചോദിക്കും. അപ്പോഴും നമ്മൾ ഇവിടെയൊക്കെ ഇബ്രാഹിം അലി എന്ന് എഴുതണം, ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇബ്രാഹിം അലി എന്ന് എഴുതണം. ഓക്കെ, അത് മറന്നു വരുന്നത്. അപ്പോൾ ഇത് ഈ വരികളെല്ലാം തന്നെ 4 പോയിന്റും ആരുടേതാണ്? ഇബ്രാഹിം അലിയുടെ വരികളാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യം, 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതാണ് മക്കളെ, ഇബ്രാഹിം അലിക്ക് ചരിത്ര ടിപ്പണി, ഇബ്രാഹിം അലിയുടെ ക്യാരക്ടർ സ്കെച്ച് ചെയ്താൻ വേണ്ടി ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, മറന്നുപോയത്. ഇതുണ്ടത് ഇങ്ങനെയാണ്. ഉത്തർ, പ്രേംചന്ദ് കി കഹാനി, പ്രേംചന്ദിന്റെ കഥയായ ജുലൂസിന്റെ ഇസ് നാട്യരൂപാന്തർ കാ പ്രമുഖ പാത്രകെ, ജുലൂസ് എന്നതിന്റെ നാട്യരൂപാന്തരത്തിലെ പ്രധാന കഥാപാത്രമാണ് ഇബ്രാഹിം അലി. സ്വരാജ് കി പ്രാപ്തിക്ക് ലി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഉൻകെ നേതൃത്വമേയും ജുലൂസ് ചൽ രഹായ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജാഥ നടക്കുന്നു. ഇബ്രാഹിം അലി ഗാന്ധിജി സെ പ്രഭാവിത് ഹെ, ഈ ഇബ്രാഹിം അലി ആട്ടെ ഗാന്ധിജിയെ കണ്ടിട്ട് ആവേശഭരിതനായി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നതാണ്. എന്നിട്ട് ഹമേ ദുക്കാനെ ലൂട്ടിനെ യാ മോട്ടറേയും തോടിനെ നെഹി നിക്കലേ ഹെ, ഞങ്ങൾ കടകൾ കൊള്ളയടിക്കാനോ വാഹനങ്ങൾ തകർക്കാനോ, മോട്ടർ എന്ന് ഉദ്ദേശിച്ചതോടെ വാഹനങ്ങളാണ്. ഹം ദുക്കാനെ ലോട്ടിനെ, ഞങ്ങൾ കടകൾ കൊള്ളയടിക്കാനോ, മോട്ടറേയും തോടിനെ വാഹനങ്ങൾ തകർക്കാനോ നെഹി നിക്കലെ വന്നതല്ല. ഇബ്രാഹിം അലിക്ക് ഇസ് കഥൻ സെ, ഇബ്രാഹിം അലിയുടെ ഈ വാക്കിലൂടെ ഉൻ പർ ഗാന്ധിജിക്ക് അഹിംസാ തത്വ, അയാളിൽ അദ്ദേഹത്തിൽ ഗാന്ധിയുടെ അഹിംസാ തത്വത്തിന്റെ സ്പഷ്ട പ്രഭാവ് ദേഖനൊക്കെ മിൽത്തെ, ആ വാക്കിൽ അദ്ദേഹത്തിന്റെ വാക്കിൽ, ഇബ്രാഹിം അലിയുടെ ആ വാക്കിൽ മഹാത്മാഗാന്ധിയുടെ അഹിംസാ തത്വത്തെ ശക്തമായി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇബ്രാഹിം അലി ബോത്ത് ഹി സാഹസി ഓർ നിഡർ ബി ഹെ, ഇബ്രാഹിം അലി വളരെയധികം ബോത്ത് ഹി സാഹസി, വളരെ സാഹസിയാണ്. ഏത് ദുർഘടമായ വഴിയിലൂടെയും സ്വാതന്ത്ര്യ സമര ജാഥ കൊണ്ടുപോകാൻ വേണ്ടി ധൈര്യമുള്ളവനും, ഓർ നിഡർ ബി, പേടിയില്ലാത്തവനാണ്. ഇസ്ലിയെ ഇതുകൊണ്ട് യാതനാവോക്കോ ചേൽക്കർ, അദ്ദേഹം ഒരുപാട് യാതനകളെ സഹിച്ചിട്ട് ലക്ഷ്യക്ക് ഓർ അഗ്രസർ ഹേ, ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി അഗ്രസർ ഹേ, മുൻപിൽ നിൽക്കുന്നവനാണ്, നയിക്കുന്നവനാണ്. ഇബ്രാഹിം അലി സച്ചേ ദേശ് പ്രേമി, ഇബ്രാഹിം അലി ഏറ്റവും നല്ല ദേശസ്നേഹിയും, और स्वराज की प्राप्ति के लिए സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഷഹീദ് होने को भी तैयार है, രക്തസാക്ഷിയാവുക, ഷഹീദ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയാവുന്നതിന് വേണ്ടി തയ്യാറായി വരുന്ന മനുഷ്യനാണ്. ആത്മവിശ്വാസ് രഖ്നെ വാല, അദ്ദേഹം ആത്മവിശ്വാസം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ള, ഫ്രീഡം കിട്ടുമെന്നുള്ള വിശ്വാസം വെച്ച് പുലർത്തുന്നവനും, അല്ലാണ്ട് ജാഥ നടത്തുന്നവരോട് നമ്മൾ ഇത് നടത്തിയിട്ട് കാര്യമുണ്ടോ ഇല്ലേ, കിട്ടുമല്ലേ എന്നല്ല, ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നവരും. തഥാ സാത്യോം പോർ വിശ്വാസ് രഖ്നെ വാല, കൂടെ നിൽക്കുന്നവരിലും വിശ്വാസം അർപ്പിക്കപ്പെടുന്നവരാണ് ഇബ്രാഹിം അലി. ഇത് നമ്മൾ വളരെ പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, 4 മാർക്കാണ്. ഇനി നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് 3 കച്ചവടക്കാരിൽ ഏറ്റവും പ്രമുഖനായ ദേശഭക്തി പ്രകടിപ്പിക്കുന്ന ഒരാളാണ് മൈക്കു. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ 4 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതാം? നോക്കൂ മക്കളെ, ഇങ്ങനെയാണ് ഉത്തരം. മൈക്കു കെ ചരിത്ര പട്ടിപ്പണിയിലേക്ക്, ജുലൂസ് നാട്യരൂപാന്തര കാ മുഖ്യ പാത്ര ഹേ മൈക്കു, ജുലൂസ് നാട്യരൂപാന്തരത്തിലെ ഒരു പ്രധാന കഥാപാത്രം, നായകൻ അല്ലെങ്കിൽ ഒരു പ്രധാന കഥാപാത്രമാണ് മൈക്കു. ദേശപ്രേമി ഹേ, വല്ലാത്ത ദേശസ്നേഹിയാണ് അദ്ദേഹം. സ്വരാജ്യോ കെ ജുലൂസ് കാ സമർത്ഥൻ കർത്തെ, ബ്രിട്ടീഷുകാർക്ക് വിരുദ്ധമായിട്ട് സ്വരാജ് എന്ന സങ്കല്പം വെച്ച് പുലർത്തുന്ന ജുലൂസ് കാ സമർത്ഥൻ കർത്തെ, ജാഥയെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. ഓക്കെ, ദീൻദയാലിനോടും ശംഭുനാഥിനോടും ഒക്കെയാണ് അത് ന്യായീകരിക്കുന്നത്. ഓർ ഉസ്മെ ഭാഗ് ലേനെ ചാത്തെ, അതിൽ പങ്കാളികളാവാനും അദ്ദേഹം തയ്യാറാവുന്നു. മറ്റുള്ളവരൊക്കെ പിന്നീടാണ്. ജബ് അന്യ വ്യാപാരി ശംഭുനാഥ്, എപ്പോഴാണോ മറ്റു കച്ചവടക്കാരായ ശംഭുനാഥും ഓർ ദീൻദയാലും ഗാന്ധിജിക്ക് നേതൃത്വപ്പർ, ഗാന്ധിജിയുടെ ഈ നേതൃത്വത്തിൽ ശങ്കാപ്രട് കർത്തെ, ഈ വൃദ്ധനായ മനുഷ്യൻ ജാഥ നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ അഭിപ്രായം പ്രകടനം നടത്തിയപ്പോൾ തബ് മൈക്കു ഉൻകാ വിരോധ കർത്തെ, മൈക്കു അദ്ദേഹത്തെ എതിർക്കുന്നു. മഹാത്മാവിന്റെ ശരീരത്തല്ല, അദ്ദേഹത്തെ മനസ്സിന്റെ ഉറപ്പിനെയാണ് കണ്ടത്, മനസ്സിലെ ലക്ഷ്യബോധത്തെയാണ് കണ്ടത്. ഗാന്ധിജിക്ക് നേതൃത്വപ്പർ ഭരോസ കർത്തെ, ഗാന്ധിയുടെ നേതൃത്വത്തെ ഭരോസ കർത്തെ, വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. ഓർ ഉനെ നേതാമാനത്തെ, അദ്ദേഹത്തെ നേതാവായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നു. സ്വരാജ്യോം പർ ഹുയെ ലാഠി ചാർജ് കി ഖബർ സുൻകർ, സ്വരാജികൾക്ക് നേരെ നടത്തിയ ലാഠി ചാർജിന്റെ ഖബർ, വാർത്ത സുൻകർ കേട്ടിട്ട് വബി അദ്ദേഹം ജുലൂസ്മേയും ബാസ് ആണ് ഇവിടെ ഉള്ളത്, ബാഗ് അല്ലേ, ജാഥയിൽ ബാഗിലേനേക്കോ തയ്യാറാവത്തെ, പങ്കാളിയാവാൻ തയ്യാറാവുന്നു. മൈക്കു ബൗത്ത് ഹി നിഡർ ഹെ, മൈക്കു യാതൊരു പേടിയില്ലാത്ത ആളും കൂടിയാണ്. ഇതാണ് മൈക്കുവിനെ കുറിച്ച് നമ്മൾ ചോദിച്ചാൽ. ഇനി നമുക്ക് വളരെ പ്രധാനമായി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻസ് ആണ്, ക്യാരക്ടർ സ്കെച്ചാണ്, 4 മാർക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആരൊക്കെ ഇബ്രാഹിം അലിയെ പഠിച്ചു,
മൈക്കുവിനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് പോകുന്നത് ശംഭുനാഥിന്റെ ചരിത്രമാണ്. ഓക്കെ, ശംഭുനാഥ് അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ഇതാ കേട്ടോളൂ മക്കളെ. ചിത്ര മുദ്ഗൽ കെ നാട്യരൂപാന്തർ, ചിത്ര മുദ്ഗൽ ജിയുടെ നാട്യരൂപാന്തരമായ ജുലൂസ് കായിക്ക് പാത്ര ഹേ ജുലൂസ് എന്ന് പറഞ്ഞ ജാഥയിലെ ഒരു പ്രധാനപ്പെട്ട ജാഥ എന്ന അർത്ഥം കിട്ടുന്ന ജുലൂസ് എന്ന് പറഞ്ഞ കഥയിലെ പ്രേംചന്ദ് എഴുതിയ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ശംഭുനാഥ്. അംഗ്രേസിക്ക് വിരുദ്ധ, ഇംഗ്ലീഷുകാർക്ക് വിരുദ്ധമായി ഇബ്രാഹിം അലിക്ക് നേതൃത്വമേ, ഇബ്രാഹിം അലിയുടെ നേതൃത്വത്തിൽ ചൽനേവാലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജുലൂസ് കോ ജാഥയെ മാന്നേക്കോ പഹലേവേ തയ്യാറിനെ അംഗീകരിക്കാൻ, ജാതി അംഗീകരിക്കാൻ ആദ്യം നമ്മളെ ശംഭുനാഥ് മടിച്ചു നിന്നു. ഉനക്ക് അനുസാർ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈസ് ജുലൂസ് കാ കോയി നതീജ നഹി ഹോത്ത, ഈ ജാഥയ്ക്കൊന്നും യാതൊരു നതീജയും ഫലവും ഉണ്ടാവുകയില്ല. സർക്കാർ പർ ഇസ്കാ കോയി അസർ നഹി ഹോത്ത, സർക്കാരിൽ ഇതിന് യാതൊരുവിധ സ്വാധീനം, ഏതാ സർക്കാർ, ബ്രിട്ടീഷ് സർക്കാരാണ്, യാതൊരുവിധ സ്വാധീനം ചെലുത്താൻ കഴിയുകയുമില്ല എന്നും. സമാജിക്ക് ബഡേ ബഡേ ലോക്, സമൂഹത്തിലെ വലിയ വലിയ ആൾക്കാരാട്ടെ സർക്കാർക്ക് പക്ഷമേ ഹേ, ബ്രിട്ടീഷ് ഗവൺമെന്റ് പക്ഷത്താണ് എന്നും. യേ സബ് ഹോത്തെ ഹുയേ ബി, അങ്ങനെ അദ്ദേഹം ന്യായീകരിക്കുന്നു. യേ സബ് ഹോത്തെ ഹുയേ ബി, ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും ശംഭുനാഥിക്ക് ചരിത്രമേ, ശംഭുനാഥിന്റെ സ്വഭാവത്തിൽ ദേശ് പ്രേമിക്ക് ഭാവന നഹിയെ, അദ്ദേഹത്തിൽ ശംഭുനാഥിക്ക് ചരിത്രമേയും ദേശ് പ്രേമിക്ക് ഭാവന നഹിയെ, അദ്ദേഹത്തിൽ ദേശസ്നേഹത്തിന്റെ മനോഭാവവും ഇല്ല. അഭിപ്രായം എങ്ങനെയാണ്? ദേശസ്നേഹത്തിന്റെ ഭാവനയില്ല. ലേക്കിൻ എന്നാൽ ജബ് സ്വരാജ്യവും पर लाठी चार्ज की खबर फैल जाते, പക്ഷേ സ്വാതന്ത്ര്യ സമരത്തെ ന്യായീകരിക്കുന്നില്ല അദ്ദേഹം, അത് കുറ്റം പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിൽ ദേശഭക്തിയുമില്ല. അങ്ങനെയാണ് പോകുന്നത് ശംഭുനാഥ്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? ജബ് സ്വരാജ്യവും पर लाठी चार्ज की खबर फैल जाते, നമ്മുടെ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടിച്ചു ബ്രിട്ടീഷുകാർ ശരിയാക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തബ് ശംഭുനാഥ് ബി ദേശപ്രേം കി ഭാവനാസെ പ്രഭാവിത് ഹോക്കർ, അപ്പോ ശംഭുനാഥ് ആഹാ അങ്ങനെയോ, ഞാൻ ഇത്രയും കാലം ബ്രിട്ടീഷുകാരുടെ പോകെ അമ്മാരി സ്വഭാവം കാണിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു പുറപ്പെടുന്നു. നോക്ക്, തബ് ശംഭുനാഥ് ബി ദേശപ്രേം കി ഭാവനാസെ, ഇന്ത്യക്കാരായ സഹോദരങ്ങൾക്ക് അടികൊണ്ട് മുറിവേറ്റപ്പോൾ അദ്ദേഹത്തിന് ദേശസ്നേഹം പുറത്തേക്ക് ചാടി. അല്ലേ, പ്രഭാവിത് ഹോക്കർ ജുലൂസ് മേ ബാഗിലേനെക്കോ തയ്യാറോ ജാത്തെ, പിന്നെ അദ്ദേഹവും ജാഥയിൽ പങ്കാളികളാവുന്നു. നോക്കണം, അന്തിമേ അവസാനം സ്വരാജ്യവും കെ സാത്ത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂടെ മിൽക്കർ ചേർന്നിട്ട് ദേശ് കെ ലിയെ, രാജ്യത്തിന് വേണ്ടി ഷഹീദ് ബന്നെ ബി തയ്യാർ ഹോ ജാത്തെ, രക്തസാക്ഷിയാവാനാണെങ്കിൽ ഞാനുമുണ്ട്, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അടുത്ത തലമുറയ്ക്ക് കിട്ടുക തന്നെ വേണം, അനുഭവിക്കാൻ കഴിയണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ശംഭുനാഥും അവസാനം ധീര ദേശാഭിമാനിയെ പോലെ ജുലൂസിൽ പങ്കാളികളാവുന്നു. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കുന്നത് ബീർബൽ സിംഗ് എന്ന് പറയുന്ന വില്ലനെ കുറിച്ച്. ബീർബൽ സിംഗ് കെ ചരിത്ര पर टिप्पणी लिखी, ബീർബൽ സിംഗിന്റെ ക്യാരക്ടർ സ്കെച്ച് 4 മാർക്കിന് ചോദിച്ചാൽ എങ്ങനെ എഴുതാനാ? ഓർമ്മ മക്കളെ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇതിലൊന്നില്ലാതെ പരീക്ഷ കടന്നു പോവില്ല. ഒന്ന് നോക്കിയോ, ജുലൂസ് നാട്യരൂപാന്തരമേ, ജുലൂസ് നാട്യരൂപാന്തരത്തിൽ പ്രസ്തുത പാഠഭാഗമേ, ഈ പാഠഭാഗത്തിൽ ബീർബൽ സിംഗ് കാ ചരിത്ര ഖൽ നായക കായെ, ബീർബൽ സിംഗിന്റെ സ്വഭാവം ഖൽ നായക കാഹെ, പ്രതിപുരുഷനാണ്, നായകനെ എതിർക്കുന്ന ആളാണ് ഖൽ നായകൻ. ഓക്കെ, ബീർബൽ സിംഗ് ധാരോഗാഹെ, ബീർബൽ സിംഗ് പോലീസ് ഓഫീസറാണ്. ജുലൂസ് മേ നിക്കലെ സ്വതന്ത്രതാ സേനാനിയോക്കു, ജാഥയിൽ ഇറങ്ങി പുറപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെ രോക്കിനേക്കിലെ തടയാൻ വേണ്ടി പ്രയത്ന കർത്തെ, അദ്ദേഹം വല്ലാതെ പ്രയത്നിക്കുന്നു. അംഗ്രേസോങ്ക ആജ്ഞാനുവർത്തി ബൻകർ, ബ്രിട്ടീഷുകാരുടെ പാദസേവകനായിട്ട് സ്വതന്ത്രതാ സേനാനിയോക്കു, സ്വാതന്ത്ര്യ സമര സേനാനികളെ ബഡി ക്രൂരദാസെ, വളരെ ക്രൂരമായിട്ട് മാർത്തെ ഹദ്യ അടിക്കുന്നു. അദ്ദേഹം ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ്. ഏക് നിർദ്ദയ് ദാരോഹെ, അദ്ദേഹം കണ്ണിൽ ചോരയില്ലാത്ത ദയയില്ലാത്തൊരു പോലീസ് ഓഫീസറാണ്. ജുലൂസിന്റെ നേതാവായ ഇബ്രാഹിം അലിക്ക് ഊപ്പർ, സ്വന്തം രാജ്യക്കാരനായ ഇബ്രാഹിം അലിയുടെ മുകളിൽ ബീർബൽ സിംഗ് ഗോഡെ കൊച്ചടാത്തെ, ബീർബൽ സിംഗ് അദ്ദേഹം തട്ടി വീഴ്ത്തി കുതിരയെ കയറ്റുന്നു. സ്വരാജ്യോ കെ അഭിപ്രായമേ, സ്വാതന്ത്ര്യ സമര സേനാനികളെ അഭിപ്രായത്തിൽ ബീർബൽ സിംഗ് ജല്ലാദ് ദാരോഹെ, ഈ ബീർബൽ സിംഗ് ജല്ലാദ് ദാരോഹ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിക്ക് പറയുന്ന ഹിന്ദി പ്രയോഗമാണ്. ജല്ലാദ് ദാരോഗാഹെ, അദ്ദേഹം എന്താണ്? ചെരുപ്പ് നക്കിയ ഒരു ഓഫീസറാണ്. അംഗ്രേസോ കാ പിട്ടു ഹേ, ഇംഗ്ലീഷുകാരുടെ അല്ലെ ജല്ലാദ് ദാരോഗ എന്ന് പറഞ്ഞാൽ, ജല്ലാദ് എന്ന വാക്കിന്റെ അർത്ഥം ക്രൂരൻ എന്നാണ്. ശരി, ജല്ലാദ് എന്ന് പറഞ്ഞാൽ ക്രൂരൻ, ക്രൂരനായ ദാരോഗ ഓഫീസർ. ജല്ലാദ് എന്ന് പറഞ്ഞാൽ ക്രൂരൻ, ദാരോഗ എന്ന് പറഞ്ഞ ഓഫീസർ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അഭിപ്രായത്തിൽ ജല്ലാദ് ദാരോഗാഹെ, ക്രൂരനായ ഓഫീസറാണ്. അടുത്ത വാക്കാണ് അംഗ്രേസി കാ പിട്ടു ഹേ, ഇംഗ്ലീഷുകാരുടെ ചെരുപ്പ് നക്കിയാണ്. പിട്ടു എന്ന വാക്കിനാണ് ചെരുപ്പ് നക്കിയത്. ജല്ലാദ് എന്ന ക്രൂരനായ ദാരോഗാഹെ ഓഫീസറാണ്. ഇന്ത്യക്കാരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അഭിപ്രായത്തിൽ ബീർബൽ സിംഗ് ജല്ലാദ് ദാരോഗാഹെ. അപ്പൊ ജല്ലാദ് ദാരോഗെ ആരാണ് എന്ന് ചോദിച്ചാലോ,
അംഗ്രേസോം കാ പിട്ടു ഹേ, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നോക്കി ആരാണോന്നോ വൺവേർഡായി ചോദിച്ചാലും ബീർബൽ സിംഗ് എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, ബീർബൽ സിംഗ് കാ ചരിത്ര ഇത്ര നീജ് ഹോനെ പർ ബി, ബീർബൽ സിംഗിന്റെ ചരിത്രം ഇത്രയും വൃത്തികെട്ടതും മോശമാണെങ്കിൽ പോലും അന്തമേം, ഈ നാടകത്തിന്റെ കുറഞ്ഞ ഭാഗമേ നമുക്ക് പഠിക്കാനുള്ളൂ, വേറെയും കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ. അന്തമേ അവസാനം അപ്പനെ ദേശദ്രോഹി കർമ്മം പർ, അദ്ദേഹം തൻ്റെ ദേശദ്രോഹപരമായ പ്രവർത്തനത്തിൽ പശ്ചാത്താഹെ, അദ്ദേഹം പശ്ചാത്തപിക്കുന്നു. ഓർ സച്ച ദേശഭക്ത് ബഞ്ചാത്തെ, അദ്ദേഹവും അവസാനം നല്ലൊരു ദേശഭക്തനാവുന്നു. കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടുന്നു, അദ്ദേഹവും നല്ലൊരു ദേശഭക്തനാവുന്നു. അത് നാടകത്തിന് തുടർന്നുള്ള ഭാഗങ്ങളാണ്, നമുക്ക് കുറഞ്ഞ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ, ഇതിൻ്റെ പാഠത്തിൻ്റെ സമ്മറിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളൊന്ന് കാണുക, ഓക്കെ, ഗംഭീരമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ഇതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പരീക്ഷയിൽ നമുക്ക് മാർക്ക് നേടിത്തരാൻ വേണ്ടി നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് വരാം. ബൈ.